നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അടിപൊളി മീൻകറി ഉണ്ടാക്കാം. അതീവ രുചിയുള്ള നല്ല കട്ടിച്ചാറോട് കൂടിയുള്ള ഒരു മീൻകറിയാണിത്. 2 തക്കാളി, ഒരു വലിയ ക്യാരറ്റിൻ്റെ 1/4 ഭാഗം, ഒരു 7-8 ചുവന്നുള്ളി, കറിവേപ്പില, ഒരു 5 പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 വെളുത്തുള്ളി കുനുകുനാന്നരിഞ്ഞത്. ഇനി ഒരു ചട്ടി അടുപ്പത്തേക്ക് വെച്ച് ചൂടായതിന് ശേഷം അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ചുവന്നുള്ളി ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇട്ട് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ വട്ടത്തിൽ കഷ്ണിച്ച് വെച്ചിരിക്കുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കാവുന്നതാണ്. ക്യാരറ്റും ഇട്ട് 1 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ അകത്തേക്ക് തക്കാളി മുഴുവനും ഇട്ട് കൊടുക്കാം. തക്കാളി നമ്മൾ സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. തക്കാളി ഇട്ട് കൊടുത്ത് ഒരു 3 to 4 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഇതേ കൂട്ടൊന്ന് വാട്ടിയെടുക്കുക. തക്കാളിയൊക്കെ വാടി വരുമ്പോൾ അതിൻ്റെ സ്കിന്നൊന്ന് ഇളകി വരുന്നതാണ്. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ സ്കിൻ റിമൂവ് ചെയ്യാവുന്നതാണ്. ഇത് തണുത്തതിന് ശേഷം മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപേണ അടിച്ചെടുക്കേണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി കിട്ടണം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു മുറി തേങ്ങയുടെ പീര ചേർത്ത് കൊടുക്കാം. പീരയൊക്കെ ചേർത്ത് കൊടുത്ത് നമുക്ക് നല്ല കുഴമ്പ് രൂപേണ, നല്ല പേസ്റ്റ് രൂപേണ അരച്ചെടുക്കണം. ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വെള്ളം ചേർത്തും നമുക്ക് അരയ്ക്കാവുന്നതാണ്. തക്കാളിയൊക്കെ വറുത്ത അതേ ചട്ടിക്കകത്തേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഉലുവ ഒന്ന് മൂത്ത് വന്നതിന് ശേഷം കടുക് ഇട്ട് കൊടുക്കാവുന്നതാണ്. 1/2 ടീസ്പൂൺ കടുകാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരു 4 അല്ലി വെളുത്തുള്ളി കുനുകുനാന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ട് അതും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇനി നമുക്കിതിനകത്തേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നന്നായിട്ടൊന്ന് വാടി വന്നതിന് ശേഷം നമുക്കിതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യമേ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 3 ടേബിൾ സ്പൂൺ മുളക് പൊടി. ഇത്രയും ചേർത്ത് അതിൻ്റെ പച്ച മണം മാറുന്ന വരെ നമുക്ക് ഇതിൻ്റെ അകത്തിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിൻ്റെ അകത്തേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നല്ല കട്ടിക്കാണ് നമ്മൾ അരച്ചിരിക്കുന്നത്. ആ അരപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഒരു 1.5 മിനിറ്റ് ഇതിൻ്റെ അകത്തിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി അരപ്പരച്ച മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം ഇതിൻ്റെ അകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് കറിക്ക് ആവശ്യമായ വെള്ളവും കൂടി ഈ കൂടെ തന്നെ ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് കുതിർത്ത് വെച്ചിരുന്ന കുടംപുളി ചേർത്ത് കൊടുക്കാം. 3 വലിയ കഷ്ണം കുടംപുളി ഞാൻ ചെറുതായിട്ട് കീറിയാണ് ഇട്ട് കുതിർത്തത്. ഇനി നമുക്ക് കറി മൂടി വെച്ചൊന്ന് തിളപ്പിച്ച് കൊടുക്കാം. നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം ഇതിൻ്റെ അകത്തേക്ക് വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ അയിലമീനാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കിലോ അയിലയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ സെയിം റെസിപ്പി ഉപയോഗിച്ച് നമുക്ക് മറ്റ് മീനുകളും കറി വെക്കാവുന്നതാണ്. മീനൊക്കെ ചേർത്ത് കൊടുത്ത് കറിയിൽ നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് മൂടി വെച്ച് ഒരു 5 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്യാം. അന്നേരം നമ്മുടെ മീൻ നന്നായിട്ടൊന്ന് വെന്ത് കിട്ടും.
ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മുടെ മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ നോക്കാവുന്നതാണ്. എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു ഇച്ചിരി ഉപ്പിൻ്റെ കുറവുണ്ട്, അപ്പോൾ ഞാനൊരു അല്പം ഉപ്പ് ഇതിൻ്റെ അകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യുക. അന്നേരം നമ്മുടെ എണ്ണയൊക്കെ തെളിഞ്ഞു വരും, മീൻകറി നന്നായിട്ടൊന്ന് വറ്റി കിട്ടും. ആ സമയത്ത് നമുക്ക് ഇതിനകത്തേക്ക് നല്ലൊരു വാസനയ്ക്കും നല്ലൊരു രുചിക്കും കറിവേപ്പിലയുടെ തണ്ട് ചേർത്ത് കൊടുക്കാവുന്നതാണ്. കറിവേപ്പിലയുടെ തണ്ടൊക്കെ ചേർത്ത് കൊടുത്ത് ഒരു ഒറ്റ മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ സ്വയംബൻ മീൻകറി, നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സ്വയംബൻ മീൻകറി റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും ഈ മീൻകറി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു വ്യത്യസ്തമായൊരു രുചിയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ എന്നിവ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.